السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. ബഹുമാനികളെ, സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദയിൽ നിന്ന് പുറത്തുപോയതുകൊണ്ട് കുരുവട്ടൂരിയൻ വ്യാജന്മാരെ വർഷങ്ങൾക്ക് മുമ്പ് സുന്നത്തി ജമാഅത്തിൻ്റെ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കിയതാണ്. എന്നാൽ ആ കക്ഷികൾ അവരുടെ പിഴച്ച വിശ്വാസം മാറ്റി അത് ഒഴിവാക്കി സുന്നത്തി ജമാഅത്തിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ഉലമാഇനെ മുഴുവൻ ചീത്ത വിളിക്കുകയും ഇവരുടെ പുത്തൻവാദം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ വഹാബിയാക്കുകയും ഒക്കെ ചെയ്ത മൗലവിമാർ, അവർ തുടക്കകാലം ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരെ രണ്ടായി വേർതിരിച്ച് സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി മുതലെടുപ്പ് നടത്താനായിരുന്നു ശ്രമം. ബഹുമാനപ്പെട്ട മുഹിയുസുന്ന പെരുമളുസ്താദിനെയും പേരോടുസ്താദിനെയും രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത മൗലവിമാർ സുൽത്താനുൽ ഉലമയെയും റയീസുൽ ഉലമയെയും ഒക്കെ അംഗീകരിക്കുന്നു, അവരെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇവരുടെ വലിയ വിഡ്ഢിത്തം നമ്മുടെ ഉലമായെ ഐക്യകണ്ഠേനെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ പിന്നെ ഈ കെ സമസ്തയിൽ ഒരു ഗ്രിപ്പ് കിട്ടുമോ എന്ന ഒരു ശ്രമമായിരുന്നു പിന്നീട് നടത്തിയത്. എന്നാൽ ഈ കെ സമസ്തയിൽ നമ്മൾ നേരത്തെ പറയുന്നതാണ്, അവിടെയും സുന്നത്തി ജമാഅത്തിൻ്റെ ഉലമ ഉണ്ട്, അവിടെയും നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ട്. അവരൊന്നും ഈ പുത്തൻവാദികളെ അങ്ങോട്ട് അടുപ്പിക്കും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയില്ല. എന്നാൽ മറ്റു നിർവാഹമൊന്നുമില്ലാതെ മൗലവിമാര് അങ്ങനെ ഒരു ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ പേരിൽ അപ്പുറത്തെ സമസ്തയിലെ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഒക്കെ മദ്ഹ് പറയുകയും അവരുടെ മഹത്വം പറഞ്ഞ് നമ്മുടെ ഉലമായിനെ ചീത്ത വിളിക്കുന്നതോടൊപ്പം അപ്പുറത്തെ ആലിമീങ്ങളെ മദ്ഹ് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇവരുടെ ധാരണ എന്തായിരുന്നു എന്നറിയോ? നമ്മുടെ ആലിമീങ്ങളെ ചീത്ത വിളിക്കുകയും മറുവിഭാഗം പണ്ഡിതന്മാരെ മദ്ഹ് പറയുകയും ചെയ്താൽ അപ്പുറത്തെ അണികളിൽ, അപ്പുറത്തെ പ്രവർത്തകരിൽ ഒരു ചെറിയ സ്ഥാനം കിട്ടുമെന്നും അത് മുഖേന അവിടെ കയറി പറ്റാമെന്നുമുള്ള ഒരു വൃദ്ധാശ്രമം നടത്തിയതാണ് മൗലവി. മൗലവിയുടെ വിഡ്ഢിത്തം കൊണ്ട് അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ മൗലവിമാർ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള അപ്പുറത്തെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും ഒക്കെ വലിയ മദ്ഹ് പറഞ്ഞു. മദ്ഹ് പറഞ്ഞിട്ട് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ, ഇ കെ ഉസ്താദിൻ്റെ പേരിലാണല്ലോ ഈ അടുത്ത് കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇ കെ ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നവരാണെന്നും വലിയ ആലിമാണെന്നും ഇ കെ ഉസ്താദ് പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും ഒക്കെ പറഞ്ഞു. ആരെക്കുറിച്ച്? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച്. അതൊന്ന് കേൾക്കാതെ നമുക്ക്. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. സാദാത്യങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് ജിഫ്രി കുടുംബം. ആർക്കാണ് ഇവിടെ തർക്കം? ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസ്സലാം കോളേജിൽ അവിടുത്തെ മുദർരിസായി പ്രത്യേകം ശംസുൽ ഉലമ നിയോഗിച്ചതാണ്. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉലമാനോട്, ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവർ നേതൃത്വം നൽകുമെന്നും ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത്? നിങ്ങൾക്കല്ലേ അതിൽ തർക്കം? പാണക്കാട് സാദാത്യങ്ങളെയും ജിഫ്രി സാദാത്യങ്ങളെയും
കേരളത്തിലെ എല്ലാ സാദാത്യങ്ങളെയും അംഗീകരിക്കണം. അവിടെ തന്നെ ആലിമും സയ്യിദുമായി സയ്യിദുൽ ഉലമ വരുമ്പോ അവരെ കൂടുതൽ പരിഗണിക്കണം. എല്ലാവരും ആദരിക്കുന്ന പാണക്കാട് കുടുംബത്തെ എന്തായാലും ആദരിക്കണം. സയ്യിദുൽ ഉലമ പാണക്കാട് തങ്ങൾ ആദരിക്കുന്ന ആളാ. പാണക്കാട് തങ്ങൾ സയ്യിദുൽ ഉലമനെ ആദരിക്കുന്നവരാണ്. അവർക്കിടയിൽ ആദരിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവരെന്തിനതിൽ ഇടപെടണം? ഇവർക്ക് വേറെ വല്ല പണി നോക്കി പോയാ പോരെ? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ മദ്ഹാണിത്. ഈ പറയുന്നതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഇവരുടെ ഉന്നത ഹദറത്തിന്റെ നിർദ്ദേശപ്രകാരം പറയുന്നതാണ്. എന്തിനാ പറഞ്ഞത്? വളരെ വ്യക്തമാണ്. അപ്പുറത്തേക്ക് കയറി ചെല്ലാൻ ഒരു ഗ്യാപ്പ് അന്വേഷിച്ചതാണ്. അങ്ങനെ സയ്യിദുൽ ഉലമയെയും അപ്പുറത്തെ സമസ്തയെയും ഒക്കെ വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞു. നമുക്ക് ഒരു ഉലമായിനെയും ഒരു ആലിമിനെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നില്ല. ഒരു സയ്യിദിനെയും നമ്മൾ നിന്ദിക്കുന്നില്ല. നമ്മുടെ ഉലമാ പണ്ടേ പഠിപ്പിച്ച കാര്യമാണ്. അത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ആ സംഘടനാപരമായ ചർച്ചയിലൂടെയും മറ്റും അത് തീർപ്പാക്കുകയും ചെയ്യും. എന്നാൽ ഈ കപടന്മാർ എന്തിനായിരുന്നു ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മദ്ഹ് പറഞ്ഞത്? അതേ, ഇവർക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാഇനെ ചീത്ത പറയാനും ആക്ഷേപിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തെ തകർക്കുവാനും ഇവർക്ക് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. ഇവരൊരു 3 അടുപ്പംകല്ലുകളായി തുടങ്ങിയിട്ട് 13 കൊല്ലത്തിലധികമായി. ഇന്ന് വരെ ക്ലോസറ്റിലെ വെള്ളം പോലെ ആ ഒരു സ്റ്റേജിലല്ലാതെ അപ്പുറത്തേക്കൊന്ന് കയറിപ്പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മൗലവിമാര് അപ്പുറത്തെ സമസ്തയിൽ ചാരിയിട്ടെങ്കിലും വളരാൻ കഴിയുമോ എന്ന ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ആ ഭാഗമായി അവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഷംസുൽ ഉലമ പ്രത്യേകം ഇഷ്ടപ്പെട്ട മഹാനാണ് എന്നല്ല, അപ്പുറത്തെ സമസ്തയ്ക്ക് നേതൃത്വം നൽകാൻ ഷംസുൽ ഉലമ പ്രത്യേകം നേരത്തെ നിർദ്ദേശിച്ച വ്യക്തിയാണ്, ആലിമാണ്, സയ്യിദാണ് തുടങ്ങിയിട്ട് ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മദ്ഹ് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ മദ്ഹിനൊന്നും അധികം ആയുസ്സുണ്ടായില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഈ മൗലവിനെ നമ്മൾ പുറത്താക്കിയിട്ട് വർഷങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞ 923 വരെ പറഞ്ഞത് മുഴുവനും ഇയാൾ പിൻവലിച്ചു കളഞ്ഞു. അതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. ഇനി വളരെ കുറഞ്ഞ കാലയളവിലുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടക്കാണ് ജിഫ്രി തങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹ് പറഞ്ഞത്. ആ മദ്ഹിന് പോലും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ഇവരുടെ ഉന്നത ഹദറത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടുകയാണ്. ചങ്ങൈമാരെ, ആ ഉന്നത ഹദറത്തിനെ ഏതെങ്കിലും തോട്ടിൽ കൊണ്ടുപോയി എറിയടോ? എന്തിനാടോ ഈ ഉന്നത ഹദറത്ത് എന്ന് പറയുന്ന ഈ ജാഹിലീങ്ങളെ കൊണ്ട് നടക്കുന്നത്? ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു വിവരവുമില്ലാതെ ഓരോ സമയത്ത് ഓരോന്ന് പറയാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റാത്തത് അവരുടെ ഭാഗത്തുനിന്നും കേൾക്കുമ്പോൾ ആ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ ഈ മൗലവിക്ക് പിൻവലിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട്? എന്താ ജിഫ്രി തങ്ങൾ ചെയ്ത കുറ്റം? എന്താ? ജിഫ്രി തങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, ഇമാമുകൾ പഠിപ്പിച്ച ആശയം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇമാമുകൾ വളരെ വ്യക്തമായി എഴുതി വെച്ച ആശയം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ, ഹക്ക് തുറന്ന് പറഞ്ഞപ്പോൾ ജിഫ്രി തങ്ങളെയും വഹാബിയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെതിരെ ഇവര് വിരൽ ചൂണ്ടിയിട്ട് വഹാബി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആലിമീങ്ങളെ. എന്തിനാ വിളിച്ചത്? അവർ ഹക്കായ ദീന്, പരിശുദ്ധമായ ദീന് ഇമാമുകൾ പഠിപ്പിച്ചതുപോലെ വെള്ളം ചേർക്കലില്ലാതെ, കൂട്ടിച്ചേർക്കലില്ലാതെ, വെട്ടിക്കുറക്കലില്ലാതെ വളരെ കൃത്യമായി അവർ പറഞ്ഞു എന്ന കാരണം കൊണ്ട് നമ്മുടെ ഉലമാഇനെ നോക്കി വഹാബി എന്ന് വിളിച്ച ഇതേ മൗലവി തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് ആലിമും അതുപോലെ തന്നെ സയ്യിദുമാണെന്ന് പറഞ്ഞ മൗലവി, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പ്രത്യേകം നിർദ്ദേശിച്ച ആ നിലയ്ക്ക് വലിയ മഹത്വമുള്ള മഹാനാണെന്ന് പറഞ്ഞ അതേ മൗലവിയാണ് മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ച ഒരാശയം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ച് വഹാബി എന്ന് പറഞ്ഞത് അല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ
കിതാബുകളിൽ ഇമാമുകൾ വിശദീകരിച്ച കാര്യം, ആ കാര്യം വിളിച്ചു പറയുമ്പോ ഇവന്മാരെ പോലുള്ള കള്ളത്തൊരീഖത്തുകാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് കരുതി ദീന് മൂടിവെക്കാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനും നിർവാഹമില്ല. കണ്ടോ നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീൻ എന്ന് വളരെ ആദരവോടെ സ്നേഹത്തോടെ മക്ക നിവാസികൾ വിളിച്ചിരുന്നില്ലേ? എല്ലാവരും അൽ അമീൻ എന്ന് വിളിച്ചു. അവർക്കിടയിൽ എന്ത് തർക്കമുണ്ടായാലും അൽ അമീൻ വന്ന മദ്യം പറഞ്ഞാൽ അവർക്കത് സ്വീകാര്യമായിരുന്നു. പരിശുദ്ധ കഅബ ഷരീഫിന്റെ നിർമ്മാണ സമയത്ത് ഹജറുൽ വസ്ത് ആര് വെക്കണമെന്ന തർക്കം വന്നപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന് മദ്യം പറഞ്ഞപ്പോ അൽ അമീന് പറഞ്ഞതാണല്ലോ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചു. പക്ഷേ പിന്നീട് അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി ഭ്രാന്തനെന്ന് വിളിച്ചു, കളവ് പറയുന്നവനാണെന്ന് വിളിച്ചു. അങ്ങനെ പലതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അവർ വിളിച്ചു. എന്താ കാരണം? അവിടുന്ന് സത്യമായ ദീന് തുറന്നു പറഞ്ഞു. ആ ദീന് തുറന്നു പറഞ്ഞപ്പോ നേരത്തെ മദ്ഹ് പറഞ്ഞവരെല്ലാം തെറ്റിപ്പിണങ്ങിപ്പോകുമെന്ന് ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പറയാതെ മാറി നിന്നില്ല. എന്നതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅ ഒരാളുടെയും മുഖം നോക്കാതെ